അപ്പോൾ നമ്മുടെ മണത്തല ചന്ദനക്കുടം നേർച്ച തുടങ്ങി. ഈ നേർച്ചയെ കുറിച്ചുള്ള വിശ്വാസങ്ങളും ആനകൾ കനാലുകൾ വന്ന കാര്യങ്ങളും അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഒരു എൻട്രി കൊടുത്താണ്. 2 കൊമ്പന്മാർ വരുന്നുണ്ട്. ശിങ്കാരിമാളാണ് പോയേക്കണത്. അത് മാത്രമല്ല കുറേ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഈ വീഡിയോയ്ക്ക് സൗണ്ടാണ് കൊടുത്തേക്കുന്നത്. വീഡിയോയിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ സൗണ്ട് ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ സൗണ്ടാണ്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫുൾ വീഡിയോ ഇതാ വരുന്നോട്ടോ, കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. അപ്പം മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ കുറച്ച് കാഴ്ചകളും അതിൻ്റെ കുറച്ച് വിവരങ്ങളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ വർഷത്തെ മണത്തല ചന്ദനക്കുടം നേർച്ച 2025 ജനുവരി 28-നാണ്. സാമൂതി രാജാവിൻ്റെ പടനായകൻ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ 237-ാം വീരചരമത്തിൻ്റെ വാർഷികം. അതാണ് ഈ വർഷത്തെ മണത്തല ചന്ദനക്കുടം നേർച്ച. ദേശപ്പെരുമയിൽ മണത്തല ചന്ദനക്കുടം നേർച്ച. മതസൗഹാർദ്ദത്തിന്റെ പുണ്യഭൂമിയായ മണത്തലയിലേക്ക് ഇന്ന് 10,000 എത്തും. മർഹൂം നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ഭൗതിക ശരീരം കബറടക്കിയ സുഹൃദഭൂമി. മനുഷ്യ മനസ്സിലെ സ്നേഹവും ഐക്യവും ജാതിമത വർണ്ണ ചിന്തകൾക്ക് അതീതമാണെന്ന് കർമ്മപദത്തിൽ തെളിയിച്ച മഹാന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് മണത്തല. മതചിന്തകൾക്കപ്പുറം മനുഷ്യ സഹോദര്യത്തിന്റെ സന്ദേശം വിളിച്ചോന്നതാണ് ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ ജീവിതം. ഒരു ജനസമൂഹം ഒരുമയോടെയും മതസൗഹാർദ്ദത്തോടെയും ജീവിക്കണമെന്നുള്ളത് സ്വജീവിതം കൊണ്ട് തെളിയിച്ച യോദ്ധാവായിരുന്നു ഹൈദ്രോസ് കുട്ടി മൂപ്പർ. കോഴിക്കോട് സാമൂതി രാജാവിന്റെ കരം പിരിവുകാരനായിരുന്നു അമ്പലത്തു വീട്ടിൽ കുഞ്ഞുമൂസക്കുട്ടി മൂപ്പരുടെയും നാലകത്ത് ചാന്തിപ്പുറത്ത് ആമിനക്കുട്ടിയുടെയും മകനായി 1910 മേടം 1-ന് ജനിച്ച ഹൈദ്രോസ് കുട്ടി മൂപ്പർ സാമൂതി രാജാവിന്റെ പടത്തലവനായി മാറിയത്. തികഞ്ഞ രാജ്യസ്നേഹിയായിരുന്നു ഹൈദ്രോസ് കുട്ടി മൂപ്പര്. നാടിനു വേണ്ടി ശത്രുക്കളോട് പടവെട്ടി വീരമൃത്യു വരിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ചയായി നടത്തുന്നു. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് സാമൂതിരി രാജാവിന്റെ പടത്തലവനായിരുന്നു ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ 236-ാം വീരചരമത്തിന്റെ വാർഷികമാണ് ആചരിക്കുന്നത്. ഇതിന്റെ മുകളിൽ 237-ാം വാർഷികം എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാലകത്ത് ചാന്തിപ്പുറത്ത് തറവാടിന്റെ അകത്തളങ്ങളിൽ നിന്നും ഹൈദ്രോസ് കുട്ടി എന്ന ബാലൻ കേട്ടു വളർന്നത് ധീരദേശാഭിമാനികളുടെയും വീരപുരുഷന്മാരുടെയും കഥകളായിരുന്നു. രക്തത്തിൽ അലിഞ്ഞു ചേർന്ന കഥകൾ ഹൈദ്രോസ് കുട്ടിയെ സാമൂതി രാജാവിന്റെ തലവനാക്കി മാറ്റി. ആയോധന കലയിൽ അപാര നൈപുണ്യം നേടിയ ഹൈദ്രോസ് കുട്ടി മൂപ്പർക്ക് പടത്തലവന്റെ സ്ഥാനം നൽകുന്നതിൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതായി വന്നില്ല. വൈദേശികാക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള പടപ്പൊരുതലിനിടെ എടപ്പുള്ളിയിൽ വെച്ചായിരുന്നു ധീരദേശാഭിമാനി നമ്മെ വിട്ടുപിരിഞ്ഞത്. ജാതി മതവർണ്ണ ചിന്തകളുടെ മതിൽക്കെട്ടുകൾ തകർത്തെറിഞ്ഞ ഹൈദ്രോസ് കുട്ടി മൂപ്പരുടെ രാജ്യസ്നേഹത്തിന് മുന്നിൽ നമുക്ക് ശിരസ് നമിക്കാം. സാമൂതി രാജാവിന്റെ പടത്തലവന്റെ കബറടക്കം ജാതിമത ചിന്തകൾക്ക് അതീതമായി രാജോചിത ബഹുമതികളോടെയാണ് നടത്തിയത്. ആനയും അമ്പാരിയും യോദ്ധാക്കളും അണിനിരന്ന കബറടക്ക യാത്ര ചരിത്രത്തിന്റെ നാഴികക്കല്ലാണ്. പണ്ട് ആനകള് കനോലി കനാൽ നീന്തി കടന്നുള്ള കാഴ്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെയല്ല. ഞാനതൊന്ന് വായിക്കാം. കരിവീരന്മാർ കനോലി കനാൽ നീന്തി കടന്നുള്ള കാഴ്ചകൾ ഓർമ്മയായി. മണത്തല നേർച്ചയിലേക്കുള്ള കാഴ്ചകളിൽ ചാവക്കാട് ഭാഗത്തു നിന്നും മണത്തലയിലേക്കുള്ള കാഴ്ചകളിൽ കരിവീരന്മാർ കനോലി കനാൽ നീന്തി കടന്നാണ് മറുകരയിലെത്തിയിരുന്നത്. വെള്ളം കനാലിൽ കൂടുതലാണെങ്കിൽ ആനകൾ ഭൂരിഭാഗവും പുഴയിൽ മുങ്ങുമായിരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത നടപ്പാതയിലൂടെയാണ് വാദ്യക്കാരും മറ്റും മറുകരയിലേക്ക് എത്തുക. വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ചയിലെ ഒരു കൊമ്പൻ 2-3 കൊമ്പന്മാരെ കനാൽ നീന്തി കിടക്കുന്ന ദൃശ്യം ഞാൻ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വെച്ചേരട്ടാ. മുമ്പ് ആനകൾ ഈ കനാലിന്റെ പുഴയിലൂടെ നീന്തി വരുമ്പോൾ ഉണ്ടായ ഒരു രസകരമായ സംഭവം പറയാം. ഒരു കൊമ്പൻ കനാലിലൂടെ നീന്തി വരികയായിരുന്നു. ശക്തമായ ചൂടിൽ കനോലിയിലേക്ക് ഇറങ്ങിയ കൊമ്പൻ ആശ്വാസം കണ്ടതോടെ പുഴയിൽ നിന്നും കയറാൻ തയ്യാറായില്ല. പാപ്പാന്മാരെ അനുസരിക്കാതെ കൊമ്പൻ നീരാട്ട് ആരംഭിച്ചു. ഇതിനിടെ ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേര് ചാടി നീന്തി കരക്കേറി കുറുമ്പ് കാട്ടി മണിക്കൂറുകളോളം കരക്ക് കയറാതെ പ്രശ്നം സൃഷ്ടിച്ചതോടെ
കാഴ്ചക്കാരും പോലീസുകാരും നാട്ടുകാരും കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ആളനെ കരക്കേറ്റത്. പിന്നീടുള്ള വർഷങ്ങളിൽ ആനയെ കനാലിലൂടെ ഇറക്കാതെ പുതിയ പാലം വഴി പള്ളി അങ്കണത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയായിരുന്നു. കുറേ കാലം അങ്ങനെ തന്നെ ഇറന്നിട്ടാ ഈ കനാലിൽ കൂടെ ഇറന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയാളികളുമായി ഏറ്റുമുട്ടി ചരമം പ്രാപിച്ച സാമൂതിരി രാജാവിൻ്റെ പടത്തലിനായിരുന്ന നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസൂട്ടി മൂപ്പരുടെ ഖബറടക്കം നടത്താൻ രാജോചിത ബഹുമതിയോടെ മൃതദേഹം ആനയും വാദ്യങ്ങളുടെയും അകമ്പടിയോടെ കനാലിൽ വഴി പോയതിൻ്റെ സ്മരണയിലാണ് ഈ ആചാരം നടന്നു പോന്നിരുന്നത്. അപ്പം എല്ലാവർക്കും